ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ചെതലിനെയൊക്കെ എങ്ങനെ തുരത്താമെന്നുള്ള നല്ല കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് ഡെറ്റോള്, അതേപോലെ തന്നെ കർപ്പൂരം, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സോപ്പ് പൊടിയാണ്. അപ്പോൾ സോപ്പ് പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഡിഷ് വാഷ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 സാധനങ്ങൾ മാത്രം മതി നമുക്ക് ചെതലിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട്. ഇപ്പോൾ അതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു കർപ്പൂരമാണ് എടുക്കുന്നത്. കാരണം നമുക്കിവിടെ അത്രമാത്രം ഇല്ല, അതുകൊണ്ടാണ് ഒരു കർപ്പൂരം എടുക്കുന്നത്. അപ്പം ചെതലിൻ്റെ അളവ് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് കർപ്പൂരത്തിൻ്റെ അളവൊക്കെ കൂട്ടാം. ഇതിപ്പം നമുക്ക് ഒരു കട്ടളയുടെ സൈഡാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കർപ്പൂരം എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഡെറ്റോൾ അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് സോപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഒരു 1/2 സ്പൂൺ അളവിൽ ഞാൻ ഡെറ്റോളും ഒരു കർപ്പൂരവും 1 ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 മതി. അപ്പം കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നല്ല കട്ടിക്ക് വേണം നമുക്കിത് അതിനകത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ ഉടനെ ഒന്നും നമുക്ക് ആ ഭാഗത്ത് ചിതലും വരില്ല, അതേപോലെ ഉറുമ്പ് മണ്ണെടുക്കത്തുമില്ല. ഇനി നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയോ അതല്ലെങ്കിൽ സാധാ ഒരു കുപ്പിയിലാക്കി ഹോളിട്ടിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ചെതൽ ആ ഭാഗത്തെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചിതൽ കയറി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഇതിപ്പം ഞാൻ ഒരു കുപ്പിക്കകത്തോട്ട് ഒഴിക്കുകയാണേ. അപ്പോൾ ഇത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഇത്രയും ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കട്ടിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചെതലെടുത്ത ഭാഗം കുറച്ച് ഭാഗം ചെതലെടുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മളിത് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഭാഗത്ത് ഉറുമ്പ് മണ്ണെടുക്കുകയോ അതല്ലെങ്കിൽ ചെതൽ കയറി ഒന്നും ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ പൊട്ടിയ ഭാഗം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ മണ്ണൊക്കെ പെട്ടെന്നൊന്ന് തൂത്ത് വാരിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ല രീതിയിൽ ദ്വാരം വന്നിട്ടുണ്ട് മണ്ണൊക്കെ എടുത്ത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്നൊന്ന് തൂത്ത് വാരിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ അതെല്ലാം ചത്തു, ഉറുമ്പാണേലും ചെതലാണേലും ചത്തു. പിന്നെ നമുക്ക് സമാധാനമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സൊല്യൂഷൻ റെഡിയാക്കാൻ പോവുകയാണ്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും നല്ലൊരു റിസൾട്ട് നമുക്കതിനകത്ത് കിട്ടും. കണ്ടോ, ഉറുമ്പും ചെതലും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഞാൻ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലുള്ള സൊല്യൂഷൻ റെഡിയാക്കാം. കണ്ടോ, അവിടം തുടക്കം ചെതൽ കയറി കേട്ടോ, തടിയെല്ലാം പോയി വരുന്നുണ്ട്. അതേപോലെ ആ ഹോളിനകത്തൊക്കെ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു സ്പ്രേ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചെതലൊക്കെ ഇതുപോലെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുത്താൽ പിന്നീട് ആ ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതേപോലെ തുടക്കം തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഉറുമ്പ് മണ്ണെടുത്തിട്ട് ആ ഭാഗമെല്ലാം പൊത്ത് വീഴുന്നുണ്ട് കണ്ടോ. ആ ഭാഗത്തും ഇതേപോലെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണിത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അടിക്കുമ്പം തന്നെ വീണ്ടും അത് ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രമല്ല നമുക്ക് അലർജി ഉള്ളവർക്കൊക്കെ അത് പ്രശ്നമാകും. അതേപോലെ നമ്മൾ കുപ്പിയുടെയൊക്കെ അടപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഭിത്തിക്കകത്ത് നമ്മൾ ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്കിത് ഇതേപോലത്തെയൊക്കെ ഹാങ് ചെയ്തിടാവുന്നതാണ് കേട്ടോ. വളരെ ഉപകാരമാണ്. നമ്മുടെ കിച്ചണിലൊക്കെ ആണെങ്കിൽ നല്ല ഉപകാരമാണ് കേട്ടോ. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിത് ഒരു സൊല്യൂഷനാണ് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈച്ചയും പല്ലിയെയൊക്കെ തുരത്താനുള്ള അടിപൊളി ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടൈഗർ ബാമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഒരു 1/2 സ്പൂൺ അളവിൽ ടൈഗർ ബാം എടുക്കാം. ഒരു സ്വല്പം മാത്രം മതി കേട്ടോ. അതെടുത്തിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ ടൈഗർ ബാം പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കുന്ന പാത്രം എടുക്കരുത്. കാരണം ഈ ഒരു മണം ഭയങ്കര പാടാണ് പോവാൻ. ഇപ്പോൾ ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ടൈഗർ ബാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളത്തിൽ കലക്കുമ്പം തന്നെ ഭയങ്കര ഒരു മണമാണ്. പിന്നെ ഇതിനകത്തോട്ട് ചേർക്കേണ്ട കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഹാൻഡ് വാഷ്, അതേപോലെ കർപ്പൂരം, ഇതെല്ലാം ചേർത്ത് കൊടുക്കുക.
ഇത് കലക്കുമ്പം തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ എന്തുണ്ടായാലും ഓടിപ്പോവും, അത്ര ഒരു സ്മെല്ലാണ് ഇതിന്. ഇതിപ്പോൾ ഒന്ന് അലിഞ്ഞു വരും കേട്ടോ. ആ വെള്ളത്തിനകത്ത് കുറച്ച് നേരം കിടക്കുമ്പോഴത്തേന് പെട്ടെന്ന് അലിഞ്ഞു വരും. നല്ല തിളച്ച വെള്ളമാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞതിന്, ചെറിയ ചൂടുവെള്ളമായിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ഹാൻഡ് വാഷ് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് പല്ലി വരുന്ന കബോർഡ്, പല്ലി ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ആണല്ലോ ഈ ഫ്ലവർ, അതേപോലെ തന്നെ നമ്മുടെ ഫ്രെയിം, ഫോട്ടോയുടെയൊക്കെ ഫ്രെയിം, ക്ലോക്ക്, ട്യൂബ്, ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെയൊക്കെ ശല്യം ഒഴിഞ്ഞ് കിട്ടും. കാരണം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ഒരു സാധനവും വരില്ല, ചിലന്തി പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നാണ്ടെ നല്ല രീതിയിൽ ഒന്ന് കലക്കിയെടുക്കാം. അപ്പം ആ ടൈഗർ ബാമൊക്കെ അതിനകത്തോട്ടൊന്ന് കലങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് 1 or 2 കർപ്പൂരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഏത് സൊല്യൂഷൻ ഉണ്ടാക്കിയാലും അളവ് കുറയാൻ പാടില്ല, കൂടിയാൽ പ്രശ്നവുമില്ല. കൂടുന്നത് നല്ലതാണ്, കുറയാൻ പാടില്ല. അന്നേരം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കർപ്പൂരവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പല ടിപ്പും ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ശല്യം ഇല്ല, അത്രയ്ക്ക് ശല്യമൊന്നും ഇല്ല. പല്ലിയുടെ ആണെങ്കിലും എലിയുടെ ആണെങ്കിലും പല ടിപ്പുകളും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വീട്ടിലങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ അളവ് കുറച്ചെടുത്തിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഉള്ളവർ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുവെള്ളമായിട്ടുണ്ട്, നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് ഇവിടെ വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് സ്പ്രേ ചെയ്യാം. കുട്ടികളുണ്ടെങ്കിൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല, അലർജി ഉള്ളവർക്കാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിതേപോലെ ഒരു ബൗളിനകത്ത് വെച്ചിട്ട് ഒഴിക്കുമ്പോഴത്തേനും ഒട്ടും പുറത്ത് പോകാതെ നമുക്കത് ഫുള്ളായിട്ട് കിട്ടും. അതിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലൊരു മണമുണ്ട് കേട്ടോ കിച്ചണിലൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതിന് റിസൾട്ട് കിട്ടും. കിട്ടിയ ഓരോ ടിപ്സുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ടിപ്സ് 3 കാണിച്ചതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.